ഇന്ന് സംഭവിച്ചതിലേക്ക് വിശദമായി. നാടാകെ മഴ ദുരിതം. സംസ്ഥാനത്ത് മഴക്കെടുതിയിൽ 2 മരണം. തിരുവനന്തപുരത്ത് പൊട്ടിവീണ വൈദ്യുതി കമ്പിയിൽ നിന്ന് ഷോക്കേറ്റ് ഒരാൾ മരിച്ചു. കോഴിക്കോട് ഒളവണ്ണയിൽ നടപ്പാലത്തിൽ നിന്ന് കാൽവഴുതി വീണ യുവാവിന് ദാരുണാന്ത്യം. രൂക്ഷമായ കടലാക്രമണത്തിൽ വിവിധയിടങ്ങളിൽ വീടുകൾ തകർന്നു. തിരുവനന്തപുരം നഗരൂരിൽ ആടിന് പച്ചില ശേഖരിക്കാൻ പോയപ്പോൾ പൊട്ടിവീണ വൈദ്യുതി കമ്പിയിൽ നിന്ന് ഷോക്കേറ്റാണ് സഫിയുദ്ദീൻ മരിച്ചത്. കോഴിക്കോട്ട് നടപ്പാലത്തിൽ നിന്ന് കാൽവഴുതി ഒളവണ്ണ സ്വദേശി രതീഷ് മരിച്ചു. ശക്തമായ മഴയിൽ തിരുവനന്തപുരം കോട്ടൂരിൽ 2 വീടുകളും കൊല്ലത്ത് 1 വീടും തകർന്നു. ആർക്കും പരുക്കില്ല. കോട്ടയം പാലായിൽ വീടിന് മുകളിലേക്ക് മതിലിടിഞ്ഞു വീണു. വിദ്യാർത്ഥിനി അത്ഭുതകരമായി രക്ഷപ്പെട്ടു. തിരുവാതുക്കലിൽ ശക്തമായ കാറ്റിൽ നിരവധി വീടുകളുടെ മേൽക്കൂര തകർന്നു. ജില്ലയിലെ താഴ്ന്ന പ്രദേശങ്ങളിലെ വീടുകളിൽ വെള്ളം കയറി. പത്തനംതിട്ട തിരുവല്ല ശ്രീമൂലപുരത്ത് 10ഓളം വീടുകളിൽ വെള്ളം കയറി. ചക്കുളത്തുകാവ് ശ്രീ ഭഗവതി ക്ഷേത്രത്തിന്റെ വളപ്പിലും വെള്ളം കയറി. എറണാകുളം കണ്ണമാലിയിൽ കടലാക്രമണത്തിൽ വീടിടിഞ്ഞു വീണു. കാക്കനാട് ഇൻഫോ പാർക്ക് റോഡിൽ മരം വീണ് 3 വൈദ്യുത പോസ്റ്റുകൾ തകർന്നു. പാലക്കാട് അട്ടപ്പാടിയിൽ ശക്തമായ കാറ്റിൽ വൈദ്യുതി പോസ്റ്റുകൾ നിലം പൊത്തി. കോഴിക്കോട് മാവൂർ ചാത്തമംഗലം പഞ്ചായത്തുകളിലെ താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറി. കണ്ണൂർ ആലക്കോട് കാർത്തികപുരത്ത് സ്കൂളിന്റെ മതിൽക്കെട്ട് റോഡിലേക്ക് തകർന്നു വീണ് ഗതാഗതം തടസ്സപ്പെട്ടു. ചൊക്ലിയിൽ കൂറ്റൻ മരം ഒടിഞ്ഞു വീണ് 3 കാറുകൾ തകർന്നു. വയനാട് പുൽപ്പള്ളിയിൽ റോഡിന് കുറുകെ മരം വീണ് വീടിന്റെ മതിൽ തകർന്നു. ജില്ലയിൽ ശക്തമായ കാറ്റിൽ വ്യാപക നാശനഷ്ടമുണ്ടായി. കാസർഗോഡ് 3ാം കടവ് കൂവാരയിലെ ഉരുൾപൊട്ടലിൽ വ്യാപക കൃഷിനാശമുണ്ടായി. ചെർക്കളയ്ക്കും ബേവിഞ്ചയ്ക്കുമിടയിൽ മണ്ണിടിച്ചിലുണ്ടായി. കുറ്റിക്കോലിൽ ഗൂഗിൾ മാപ്പ് നോക്കി വന്ന കാർ യാത്രക്കാർ ഒഴുക്കിൽപ്പെട്ടു. അത്ഭുതകരമായി രക്ഷപ്പെട്ടു. മലപ്പുറം, കോഴിക്കോട്, കാസർഗോഡ് ജില്ലകളുടെ തീരമേഖലകളിൽ കടലാക്രമണം രൂക്ഷമാണ്. ചാവക്കാട്ട് ഒട്ടേറെ വീടുകൾ കടലാക്രമണ ഭീഷണിയിലാണ്. ആലപ്പുഴ ആറാട്ടുവഴിയിൽ ഇന്നലെ മതിലിടിഞ്ഞു വീണ് മരിച്ച 14-കാരൻ അൽ ഫയാസിന്റെ മൃതദേഹം സംസ്കരിച്ചു. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് 24. സംസ്ഥാനത്ത് 2 ദിവസം കൂടി ശക്തമായ മഴ തുടരാൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. തിരുവനന്തപുരം, കൊല്ലം ഒഴികെയുള്ള 12 ജില്ലകളിൽ ഇന്ന് മഴ മുന്നറിയിപ്പുണ്ട്. ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ഉയർന്ന അളവിൽ മഴ പെയ്യുന്ന സാഹചര്യമാണ് സംസ്ഥാനത്തുള്ളതെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ഡയറക്ടർ നിത കെ ഗോപാൽ 24നോട് പറഞ്ഞു. സംസ്ഥാനത്ത് ഇന്നും നാളെയും ശക്തമായ മഴ തുടരാൻ സാധ്യതയുണ്ട്. വടക്കൻ കേരളത്തിൽ അതിശക്തമായ മഴയ്ക്കാണ് സാധ്യത. മധ്യ കേരളത്തിലും മലയോര മേഖലയിലും മഴ കനത്തേക്കും. വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട് ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചു. ഇടുക്കി, എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ നാളെ യെല്ലോ മുന്നറിയിപ്പുണ്ട്. മഴയ്ക്കൊപ്പം ശക്തമായ കാറ്റിനും ഇടിമിന്നലിനും സാധ്യതയുള്ളതിനാൽ പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണം. നാളെ കഴിഞ്ഞ് മഴയുടെ തീവ്രത കുറയും. തീവ്രത കുറഞ്ഞ നിലയിൽ പരക്കെ മഴയ്ക്കുള്ള സാധ്യത 2 ദിവസം കൂടി നീണ്ടു നിൽക്കുന്നുണ്ട്. ഇന്നും നാളെയാകുമ്പോൾ തീവ്രത വീണ്ടും കുറയും. അതിനുശേഷം സാധാരണ നിലയിലേക്കുള്ള സാധാരണഗതിയിലുള്ള മിതമായതോ നേരിയ തോതിലുള്ള മഴയെ ഉണ്ടാകാനുള്ള സാധ്യതയുള്ളൂ. നദികളിലെ ജലനിരപ്പ് അപകടകരമായി ഉയരുന്ന സാഹചര്യത്തിൽ പത്തനംതിട്ട മണിമലയാറ്റിലെ കല്ലൂപ്പാറ സ്റ്റേഷനിൽ കേന്ദ്ര ജല കമ്മീഷൻ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. കരമനയാറിലെ വെള്ളൈക്കടവ്, പമ്പയിലെ മടമൺ, അച്ചൻകോവിലെ തുമ്പമൺ, മണിമലയാറ്റിലെ പുല്ലക്കയാർ, തൊടുപുഴയിലെ മണക്കാട്, ഗായത്രിപ്പുഴയിലെ കൊണ്ടാഴി സ്റ്റേഷൻ എന്നിവിടങ്ങളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുള്ളതിനാൽ തീരത്തോട് ചേർന്ന് താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണം. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് ഏർപ്പെടുത്തിയ വിലക്ക് തുടരും. ഉയർന്ന തിരമാലയ്ക്കും കടലേറ്റത്തിനും സാധ്യതയുള്ളതിനാൽ കൊല്ലം, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലെ തീരങ്ങളിൽ പ്രത്യേക ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചു. 24 തിരുവനന്തപുരം.
നീറ്റ് പരീക്ഷാ ക്രമക്കേടിലും ചോദ്യപേപ്പർ ചോർച്ചയിലും നിഷ്പക്ഷമായ അന്വേഷണം നടത്തുമെന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു. കുറ്റക്കാർക്ക് ശിക്ഷ ഉറപ്പാക്കാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമെന്നും പാർലമെന്റിലെ നയപ്രഖ്യാപന പ്രസംഗത്തിൽ രാഷ്ട്രപതി വ്യക്തമാക്കി. മോദി സർക്കാരിൽ ജനങ്ങൾ വീണ്ടും വിശ്വാസമർപ്പിച്ചെന്നും പുതിയ സർക്കാർ ഐതിഹാസിക തീരുമാനങ്ങൾ എടുക്കുമെന്നും രാഷ്ട്രപതി പറഞ്ഞു. പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനത്തിലായിരുന്നു ചോദ്യപേപ്പർ ചോർച്ചയിൽ രാഷ്ട്രപതി നയം വ്യക്തമാക്കിയത്. കുറ്റക്കാർക്ക് കടുത്ത ശിക്ഷ നൽകുന്നതിന് സർക്കാർ പ്രതിജ്ഞാബദ്ധമാണ്. മുമ്പും ചോദ്യപേപ്പർ ചോർന്ന സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നും രാഷ്ട്രപതി പറഞ്ഞു. അതുകൊണ്ട് കക്ഷി രാഷ്ട്രീയത്തിനതീതമായ യോജിപ്പ് വിഷയത്തിൽ കാണിക്കാൻ എല്ലാവരും സന്നദ്ധരാകണമെന്നും രാഷ്ട്രപതി ദ്രൗപദി മുർമു നിർദ്ദേശിച്ചു. രാജ്യത്തിന്റെ വികസന തുടർച്ചയാണ് സർക്കാരിന്റെ ഗ്യാരണ്ടി. ലോകത്തെ മൂന്നാമത്തെ ഏറ്റവും വലിയ സ്റ്റാർട്ടപ്പ് രാജ്യമായി ഇന്ത്യ മാറിയിരിക്കുന്നു. തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൈക്കൊള്ളുന്ന നടപടികളെ രാഷ്ട്രപതി അഭിനന്ദിച്ചു. വരുന്ന ബഡ്ജറ്റ് ചരിത്രപരമാകുമെന്നും രാഷ്ട്രപതി പറഞ്ഞു. दुनिया देख रही है कि भारत के लोगों में लगातार तीसरी बार स्थिर और स्पष्ट बहुमत की सरकार बनाई है. लोगों ने मेरी सरकार पर लगातार तीसरी बार भरोसा जताया. സഭയിൽ പിന്തുടരുന്ന രീതികൾ അനുചിതമാണെന്ന് ഉന്നയിച്ച് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഇന്ത്യ മുന്നണി നേതാക്കൾ സ്പീക്കർക്ക് പരാതി നൽകി. അടിയന്തരാവസ്ഥ അടക്കമുള്ള പരാമർശങ്ങളും ഭരണപക്ഷ പ്രകോപനങ്ങളുമാണ് പ്രതിപക്ഷം ഉന്നയിച്ചത്. സ്പീക്കർ സഭയിൽ അടിയന്തരാവസ്ഥ സംബന്ധിച്ചിട്ടുള്ള പ്രമേയം അവതരിപ്പിച്ചത് തെറ്റായിപ്പോയെന്ന് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി അറിയിച്ചു. ആർ രാധാകൃഷ്ണൻ, 24, ഡൽഹി. നീറ്റ് പരീക്ഷാ ക്രമക്കേട് വിഷയം പാർലമെന്റിന്റെ ഇരുസഭകളിലും ഉന്നയിക്കാൻ ഇന്ത്യ സഖ്യയോഗത്തിൽ തീരുമാനം. അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകാനും കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെയുടെ വസതിയിൽ ചേർന്ന യോഗം തീരുമാനിച്ചു. ചർച്ചയ്ക്ക് കേന്ദ്ര സർക്കാർ സന്നദ്ധമാകുമെന്നാണ് സൂചന. വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ ചർച്ചയിൽ ഇടപെട്ട് സംസാരിക്കുമെന്നും കേന്ദ്ര സർക്കാർ വൃത്തങ്ങൾ അറിയിച്ചു. ഭരണപ്രതിപക്ഷ പോരാട്ടത്തിന്റെ കേന്ദ്രമായി വീണ്ടും ചെങ്കോൽ രാഷ്ട്രീയം. നയപ്രഖ്യാപന പ്രസംഗത്തിനെത്തിയ രാഷ്ട്രപതിയെ ചെങ്കോൽ കൊണ്ട് എതിരേറ്റതാണ് വിവാദങ്ങൾക്ക് തുടക്കം. പാർലമെന്റിൽ ചെങ്കോലിന് പകരം ഭരണഘടന സ്ഥാപിക്കണമെന്ന് സമാജ്വാദി പാർട്ടി ആവശ്യപ്പെട്ടു. പ്രതിപക്ഷം തമിഴ് സംസ്കാരത്തെയും ചെങ്കോലിനെയും അവഹേളിക്കുന്നുവെന്നാണ് BJPയുടെ നിലപാട്. സംയുക്ത സമ്മേളനത്തെ അഭിസംബോധന ചെയ്യാൻ പാർലമെന്റിലെത്തിയ രാഷ്ട്രപതി ദ്രൗപദി മുർമുവിനെ സ്വീകരിക്കുന്ന ചടങ്ങിൽ പതിവ് ആചാരക്രമങ്ങൾക്കൊപ്പം ഇത്തവണ ചെങ്കോലും ഇടം പിടിച്ചു. सेंगोल की अगुवाई में निचले सदन के कक्ष तक बढ़ती हुई राष्ट्रपति द्रौपदी मुर्मू, साथ में उपराष्ट्रपति जगदीप धनखड़. ഇതോടെയാണ് ചെങ്കോൽ രാഷ്ട്രീയം വീണ്ടും ചർച്ചയായത്. രാജഭരണത്തിന്റെ ചിഹ്നമായ ചെങ്കോലിന് ജനാധിപത്യത്തിൽ ഇടമില്ലെന്നും ചെങ്കോൽ മാറ്റി പകരം ഭരണഘടന സ്ഥാപിക്കണമെന്നും സമാജ്വാദി പാർട്ടി MP RK ചൗധരി ആവശ്യപ്പെട്ടു. പാർട്ടി അധ്യക്ഷൻ അഖിലേഷ് യാദവും ഈ ആവശ്യം ഉന്നയിച്ചു. കോൺഗ്രസും RJDയും ഈ നിലപാടിനെ പിന്തുണച്ചു. പ്രതിപക്ഷം തമിഴ് സംസ്കാരത്തെയും ചെങ്കോലിനെയും അവഹേളിക്കുന്നുവെന്ന ആരോപണവുമായി BJP രംഗത്തെത്തി. പ്രഥമ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിന് തിരുവാടുതുറൈ അധീനത്തിന്റെ പ്രതിനിധി കൈമാറിയ ചെങ്കോലിന്റെ പേരിലാണ് വിവാദം. പുതിയ പാർലമെന്റ് മന്ദിരം രാജ്യത്തിന് സമർപ്പിച്ചതിന് പിന്നാലെയാണ് പ്രധാനമന്ത്രി ലോക്സഭാ സ്പീക്കറുടെ കസേരയ്ക്ക് താഴെ ചെങ്കോൽ സ്ഥാപിച്ചത്. 24, ഡൽഹി. പാർലമെന്റിൽ ഭരണഘടനാ സംരക്ഷണത്തിൽ കൊമ്പുകോർത്ത് BJPയും പ്രതിപക്ഷവും. അടിയന്തരാവസ്ഥയെക്കുറിച്ച് രാഷ്ട്രപതിയും ഉപരാഷ്ട്രപതിയും കൂടി പരാമർശിച്ചതോടെ വിഷയം പാർലമെന്റിനെ പ്രക്ഷുബ്ധമാക്കുമെന്നുറപ്പായി. അതിനിടെ അടിയന്തരാവസ്ഥയെക്കുറിച്ചുള്ള പരാമർശത്തിൽ സ്പീക്കറെ നേരിട്ട് കണ്ട് ഇന്ത്യ സഖ്യ നേതാക്കൾ പ്രതിഷേധം അറിയിച്ചു. പാർലമെന്റിലും പുറത്തും ഭരണഘടന ഉയർത്തി ഇന്ത്യ സഖ്യം നടത്തുന്ന പ്രചാരണത്തെ പ്രതിരോധിക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടിയന്തരാവസ്ഥ ആയുധമാക്കിയതോടെ 18ാം ലോക്സഭാ സമ്മേളനത്തിന്റെ ആദ്യ ദിവസം മുതൽ ഏറ്റുമുട്ടലും ആരംഭിച്ചു. നയപ്രഖ്യാപനത്തിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമു അടിയന്തരാവസ്ഥയെക്കുറിച്ച് പരാമർശിച്ചു. 25 जून 1975 को लागू हुआ आपातकाल संविधान पर सीधे हमले का सबसे बड़ा और काला अध्याय था. ഉപരാഷ്ട്രപതി ജഗദീപ് ധൻഖർ അത് ആവർത്തിച്ചു. കഴിഞ്ഞ ദിവസം ചുമതലയേറ്റെടുത്തതിനു ശേഷമുള്ള ആദ്യ പ്രസംഗത്തിൽ സ്പീക്കർ ഓം ബിർള നടത്തിയ പരാമർശത്തിൽ കടുത്ത പ്രതിഷേധവുമായി പ്രതിപക്ഷം രംഗത്തു വന്നു. സൗഹൃദ സന്ദർശനത്തിന്റെ ഭാഗമായി രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ സ്പീക്കറെ സന്ദർശിച്ച ഇന്ത്യ സഖ്യ നേതാക്കൾ ഇക്കാര്യത്തിൽ എതിർപ്പറിയിച്ചു. പാർലമെന്റിന്റെ ചരിത്രത്തിൽ ഒരിക്കലും ഇത്തരമൊരു പരാമർശം ചെയറിൽ നിന്നും ഉണ്ടായിട്ടില്ല എന്നും വിഷയം ഗുരുതരമെന്നും ചൂണ്ടിക്കാണിച്ച് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ സ്പീക്കർക്ക് കത്തയച്ചു. 24, ഡൽഹി. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയിൽ CBIയുടെ ആദ്യ അറസ്റ്റ്. പട്നയിൽ നിന്നാണ് 2 പ്രതികളെ കസ്റ്റഡിയിലെടുത്തത്. ജാർഖണ്ഡിൽ നിന്ന് 10 പേരെയും CBI കസ്റ്റഡിയിലെടുത്തു. കേന്ദ്ര സർക്കാരിനെതിരെ ജന്തർ മന്ദറിൽ യൂത്ത് കോൺഗ്രസ് പ്രതിഷേധിച്ചു. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച കേസിൽ അന്വേഷണം ഊർജിതമാക്കിയ CBI മനീഷ് പ്രകാശ്, അശുതോഷ് എന്നിവരെ പട്നയിൽ നിന്ന് അറസ്റ്റ് ചെയ്തു. മെയ് 4 പരീക്ഷാ ദിവസം വിദ്യാർത്ഥികൾക്ക് താമസ സൗകര്യം ഒരുക്കിയവരെയാണ് അറസ്റ്റ് ചെയ്തത്. കേസുമായി നേരിട്ട് ബന്ധമുള്ള 10 പേരെ ജാർഖണ്ഡിൽ നിന്ന് കസ്റ്റഡിയിലും എടുത്തിട്ടുണ്ട്. ഹസാരിബാഗിലെ സ്കൂൾ പ്രിൻസിപ്പലിന് പിന്നാലെ ജീവനക്കാരെയും CBI കസ്റ്റഡിയിലെടുത്തു.
ചോദ്യപേപ്പർ പരീക്ഷാ കേന്ദ്രങ്ങളിലേക്ക് അലക്ഷ്യമായി എത്തിച്ച റിക്ഷാ ഡ്രൈവറെയും കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. നീറ്റ് പരീക്ഷാ ക്രമക്കേട് വിഷയത്തിൽ ഡൽഹിയിൽ യൂത്ത് കോൺഗ്രസ് നടത്തിയ പ്രതിഷേധം സംഘർഷഭരിതമായി. കേരളത്തിൽ നിന്നുള്ള യൂത്ത് കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിൽ ഉൾപ്പെടെയുള്ള നേതാക്കൾക്ക് പോലീസ് മർദ്ദനമേറ്റു. ബീഹാർ പോലീസിന്റെ സാമ്പത്തിക കുറ്റകൃത്യ വിഭാഗത്തിന് നിർണായക വിവരങ്ങൾ കൈമാറുന്നതിൽ NTA വൈമുഖ്യം കാണിച്ചുവെന്ന് CBI ആരോപിച്ചു. നീറ്റ് UG പരീക്ഷാ ക്രമക്കേടിൽ വീണ്ടും സുപ്രീം കോടതിയിൽ ഒരു കൂട്ടർ ഹർജി നൽകി. ഹർജിയിൽ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിക്ക് സുപ്രീം കോടതി നോട്ടീസ് നൽകി. 24 ഡൽഹി. ഇനി നോക്കാം ചില വാർത്തകൾ ചുരുക്കത്തിൽ. ഉഷ്ണതരംഗത്തിനിടെ ആശ്വാസമായി ഡൽഹിയിൽ കനത്ത മഴ. 3 ദിവസം കൂടി മഴ തുടരുമെന്ന മുന്നറിയിപ്പ്. വടക്കിഴക്കൻ സംസ്ഥാനങ്ങളിലും ശക്തമായ മഴ. വെള്ളാപ്പള്ളി നടേശനെതിരെ SNDP യോഗം അണികളോട് പരസ്യാഹ്വാനം നടത്തി CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. വെള്ളാപ്പള്ളിയുടേത് ഗുരുദർശനം തന്നെയോ എന്നാലോചിക്കണം. BJPക്ക് വോട്ട് ലഭിക്കാൻ വെള്ളാപ്പള്ളിയെ പോലെയുള്ളവർ പ്രവർത്തിച്ചെന്നും ദേശാഭിമാനി പ്രതിവാര പങ്ക്തിയിൽ MV ഗോവിന്ദൻ. കൊല്ലമായൂർ റോഡിൽ KSRTC ബസും പിക്കപ്പ് വാനും കൂട്ടിയിടിച്ച അപകടം. വാൻ ഡ്രൈവർക്ക് ദാരുണാന്ത്യം. 34 പേർക്ക് പരുക്ക്. പദ്ധതി വിഹിതം നൽകാതെ സർക്കാർ തദ്ദേശ സ്ഥാപനങ്ങളെ വീർപ്പുമുട്ടിക്കുന്നുവെന്ന് പ്രതിപക്ഷം. അടിയന്തര പ്രമേയമായി വിഷയം സഭയിൽ ഉന്നയിച്ചു. തദ്ദേശ സ്ഥാപനങ്ങൾക്ക് പണം നൽകാൻ കഴിയാത്തത് സാമ്പത്തിക പ്രതിസന്ധി കാരണമെന്ന് മന്ത്രി MB രാജേഷ്. വയനാട് തലപ്പുഴയിൽ സ്ഫോടക ശേഖരം കണ്ടെത്തിയ സംഭവത്തിൽ അന്വേഷണം ഊർജിതം. മാവോയിസ്റ്റുകളെ പ്രതി ചേർത്ത് പോലീസ് കേസെടുത്തു. ബോംബ് സ്ഥാപിച്ചത് തണ്ടർബോൾട്ട് സംഘത്തെ അപായപ്പെടുത്താനെന്ന് FIR. മേഖലയിൽ വ്യാപക പരിശോധന. ഇന്ന് സംഭവിച്ചതിലേക്ക് തിരികെ. കണ്ണൂരിൽ പാർട്ടി വിട്ട DYFI മുൻ നേതാവ് മനു തോമസിന് ഭീഷണി. നിശബ്ദനാക്കാൻ അധിക സമയം വേണ്ട എന്നാണ് ഷുഹൈബ് വധക്കേസ് പ്രതി ആകാശ് തില്ലങ്കേരിയുടെ ഭീഷണി. നേതാക്കളെ പരസ്യമായി അപമാനിക്കരുത് എന്ന താക്കീതുമായി റെഡ് ആർമി സൈബർ പേജും രംഗത്തെത്തി. ഭീഷണിക്ക് മനു തോമസ് ഫേസ്ബുക്കിലൂടെ മറുപടി നൽകി. CPIM വിട്ട മനു തോമസ് P ജയരാജനെതിരെ ഗുരുതരാരോപണം ഉന്നയിച്ചതിന് പിന്നാലെ സൈബർ പോര്. എന്തും വിളിച്ചു പറയാൻ പറ്റില്ലെന്ന് ബോധ്യപ്പെടുത്താൻ അധിക സമയം വേണ്ട. കൂടെയുള്ളവർക്കും മാധ്യമങ്ങൾക്കും സംരക്ഷിക്കാൻ കഴിഞ്ഞെന്ന് വരില്ല എന്നിങ്ങനെ പോകുന്നു ഷുഹൈബ് വധക്കേസ് പ്രതി ആകാശ് തില്ലങ്കേരിയുടെ ഭീഷണി കമന്റ്. പാർട്ടിയെയും നേതാക്കളെയും അപമാനിക്കാൻ നിൽക്കരുതെന്ന റെഡ് ആർമി എന്ന് പേരുമാറ്റിയ PJ ആർമിയുടെ മുന്നറിയിപ്പ്. P ജയരാജനെ പിന്തുണച്ച് പരോളിൽ കഴിയുന്ന TP വധക്കേസ് പ്രതി ഷാഫി മുതൽ സ്വർണ്ണക്കടത്ത് കേസ് പ്രതി അർജുൻ ആയങ്കി വരെ പോസ്റ്റുകൾ പങ്കുവച്ചു. വിവാദമായതോടെ പോസ്റ്റുകളെല്ലാം നീക്കം ചെയ്യപ്പെട്ടു. ഭീഷണികൾക്ക് മറുപടിയുമായി മനു തോമസ്. TP ചന്ദ്രശേഖരൻ ഷുഹൈബ് വധങ്ങൾ വിപ്ലവമല്ല വൈകൃതമായിരുന്നുവെന്ന് ഓർമ്മിപ്പിച്ച് ഫേസ്ബുക്ക് പോസ്റ്റ്. P ജയരാജനെ സംവാദത്തിന് ക്ഷണിച്ചപ്പോൾ കൊലവിളിയുമായി എത്തിയത് സ്വർണ്ണക്കടത്ത് കൊട്ടേഷൻ സംഘങ്ങൾ. ഇക്കാര്യത്തിൽ ആശ്ചര്യപ്പെടുന്നില്ല. കണ്ണൂരിലെ സംഘടനയെ സംരക്ഷിക്കാൻ ഇവരെ ചുമതലപ്പെടുത്തിയിട്ടുണ്ടോ എന്നും ചോദ്യം. അതേസമയം തുടർ വിവാദങ്ങളിൽ P ജയരാജൻ ഒഴികെയുള്ള നേതാക്കൾ മൗനം പാലിക്കുന്നുവെന്നതും ശ്രദ്ധേയം. 24 കണ്ണൂർ. തിരുവനന്തപുരം കളിയിക്കാവിളയിൽ ക്വാറി ഉടമ ദീപു സോമനെ കൊലപ്പെടുത്തിയത് ക്ലോറോഫോം നൽകി ബോധം കെടുത്തിയ ശേഷമെന്ന പ്രതി അമ്പിളിയുടെ മൊഴി. കൊല നടത്താൻ ആയുധങ്ങൾ എത്തിച്ചു നൽകിയ പാറശാല സ്വദേശി സുനിലിനായി തെരച്ചിൽ തുടരുകയാണ്. കുടുംബത്തിന് ഇൻഷുറൻസ് തുക ലഭിക്കാൻ വേണ്ടി ദീപു തന്നെ പറഞ്ഞിട്ടാണ് കഴുത്തറുത്ത് കൊന്നതെന്ന വിചിത്രമൊഴിയാണ് അമ്പിളി ആവർത്തിക്കുന്നത്. കൂട്ടുപ്രതികളെ രക്ഷിക്കാനുള്ള നീക്കമാണ് ഈ മൊഴിക്ക് പിന്നിലെന്ന് വിലയിരുത്തി പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് പാറശാല സ്വദേശി സുനിലിന്റെ പങ്ക് വ്യക്തമായത്. നെയ്യാറ്റിൻകരയിലും പാറശാലയിലും സർജിക്കൽ ഷോപ്പ് നടത്തുന്ന സുനിലാണ് ദീപുവിനെ കൊല്ലാനുള്ള സർജിക്കൽ ബ്ലേഡും കൊലയ്ക്ക് ശേഷം മാറാനുള്ള വസ്ത്രവും അമ്പിളിക്ക് നൽകിയത്. കൊലയ്ക്ക് ശേഷം രക്ഷപ്പെടാനായി കാറിൽ കൂട്ടിക്കൊണ്ടുവരാമെന്നും സുനിൽ പറഞ്ഞിരുന്നതായാണ് വിവരം. കൊലയ്ക്ക് 2 ബ്ലേഡുകളാണ് അമ്പിളി കരുതിയത്. കട്ടർ ബ്ലേഡ് ഉപയോഗിച്ചാണ് ആദ്യം കഴുത്തറുത്തത്. പക്ഷേ ബ്ലേഡ് ഒടിഞ്ഞുപോയി. തുടർന്ന് സർജിക്കൽ ബ്ലേഡ് ഉപയോഗിച്ചാണ് കൊലപ്പെടുത്തിയത്. ഒടിഞ്ഞ കട്ടർ ബ്ലേഡിന്റെ ഒരു ഭാഗം ദീപുവിന്റെ വാഹനത്തിൽ നിന്ന് പോലീസിന് കിട്ടി. സുനിൽ നൽകിയ കൊട്ടേഷനാണോ കൊലപാതകമെന്നാണ് പോലീസ് സംശയിക്കുന്നത്. സുനിൽ ഒളിവിലാണ്. കൊല്ലപ്പെടുന്ന സമയത്ത് ദീപുവിന്റെ കൈവശമുണ്ടായിരുന്ന 10 ലക്ഷത്തിൽ 7.5 ലക്ഷത്തോളം രൂപയാണ് അമ്പിളിയുടെ വീട്ടിൽ നിന്ന് പോലീസ് കണ്ടെടുത്തത്. ബാക്കി 3 ലക്ഷം രൂപ എവിടെയെന്നതും ദുരൂഹമായി തുടരുകയാണ്. കൊലയ്ക്ക് ശേഷം വസ്ത്രം മാറി ടീഷർട്ടും പാൻസും ധരിച്ച് അമ്പിളി രക്ഷപ്പെടുന്ന ചിത്രവും പോലീസിന് ലഭിച്ചു. അതിനാൽ ഒന്നിലധികം പേരുടെ ആസൂത്രണമുള്ള കൊട്ടേഷൻ കൊലപാതകമെന്ന നിഗമനത്തിലേക്കാണ് അന്വേഷണം നീളുന്നത്. അതിനിടെ പ്രതിയുടെ കൂടുതൽ ദൃശ്യങ്ങൾ പുറത്തുവന്നു. അജീഷ് ജയകുമാർ, 24 തിരുവനന്തപുരം. പള്ളിത്തർക്ക കേസിൽ കോടതി ഉത്തരവ് നടപ്പാക്കാൻ കഴിയാത്തത് സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ളവർ ആത്മഹത്യാ ഭീഷണി മുഴക്കുന്നതുകൊണ്ടാണെന്ന് സർക്കാർ ഹൈക്കോടതിയിൽ. ക്രമസമാധാന നില ഉറപ്പാക്കി ഉത്തരവ് നടപ്പാക്കാനാണ് ശ്രമിക്കുന്നത് എന്ന് സർക്കാർ സത്യവാങ്മൂലം നൽകി.
സുപ്രീം കോടതി വിധി നടപ്പാക്കാത്തതിൽ അതിരൂക്ഷ വിമർശനമാണ് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രന്റെ ബെഞ്ച് സർക്കാരിനെതിരെ ഉന്നയിച്ചത്. ഇതുവരെയുള്ള പുരോഗതിയും കോടതി അറിയിക്കാൻ നിർദ്ദേശിച്ചിരുന്നു. ഈ പശ്ചാത്തലത്തിലാണ് സർക്കാരിന്റെ സത്യവാങ്മൂലം. പള്ളി ഏറ്റെടുക്കാൻ ശ്രമിക്കുമ്പോൾ പോലീസിനെ പ്രതിരോധിക്കാൻ വിശ്വാസികളുടെ വലിയ സംഘം എത്തുന്നു. സ്ത്രീകളെയും കുട്ടികളെയും മുൻനിർത്തിയാണ് പ്രതിഷേധം. ബലപ്രയോഗത്തിലൂടെ വിധി നടപ്പാക്കിയാൽ കാര്യങ്ങൾ കൂടുതൽ സങ്കീർണമാകും. ക്രമസമാധാന നില ഉറപ്പാക്കി കോടതി വിധി നടപ്പാക്കാൻ ശ്രമിക്കുകയാണെന്നും സർക്കാർ അറിയിച്ചു. തർക്കം നിലനിൽക്കുന്ന 6 പള്ളികളുടെ കാര്യത്തിലാണ് സർക്കാർ സത്യവാങ്മൂലം നൽകിയത്. 24 കൊച്ചി. ഇനി മറ്റു ചില വാർത്തകൾ ചുരുക്കത്തിൽ. 24 അതിരപ്പിള്ളി റിപ്പോർട്ടർ റൂബിൻ ലാലിനെ കള്ളക്കേസിൽ കുടുക്കിയ സംഭവത്തിൽ വീണ്ടും അട്ടിമറി. റൂബിന്റെ മാതാവ് മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതിയിൽ ഒത്തുകളിച്ച് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ അന്വേഷണം നടത്തിയത് കേസിൽ ആരോപണ വിധേയനായ DFO. KSRTC ജീവനക്കാർക്ക് 1-ാം തീയതി മുതൽ ശമ്പളം നൽകുമെന്ന് ഗതാഗത മന്ത്രി. കള്ളുകുടിച്ച് വണ്ടി ഓടിക്കാൻ അനുവദിക്കില്ലെന്നും KB ഗണേഷ് കുമാർ. ജീവനക്കാർ കള്ളുകുടിച്ചോ എന്ന് നോക്കുന്ന സർക്കാർ അവർ കഞ്ഞി കുടിച്ചോ എന്ന് നോക്കണമെന്ന് M വിൻസെന്റ് MLA. കർണാടക കോൺഗ്രസിൽ DK ശിവകുമാറിനെതിരെ പടയൊരുക്കം. കൂടുതൽ ഉപമുഖ്യമന്ത്രിമാർ വേണമെന്ന ആവശ്യവുമായി സിദ്ധരാമയ്യ പക്ഷത്തുള്ള മന്ത്രിമാരുടെ നീക്കത്തിൽ DK ശിവകുമാറിന് കടുത്ത അതിർത്തി. കാസർഗോഡ് ഹണി ട്രാപ്പ് കേസിലെ പ്രതി ശ്രുതി ചന്ദ്രശേഖരൻ തട്ടിപ്പിനായി മക്കളെയും ഉപയോഗിച്ച സംഭവത്തിൽ സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ കേസെടുത്തു. ജില്ലാ പോലീസ് മേധാവിയോടും ചൈൽഡ് പ്രൊട്ടക്ഷൻ ഓഫീസറോടും കമ്മീഷൻ റിപ്പോർട്ട് തേടി. 24 ഇമ്പാക്ട്. വയനാട് നെയ്ക്കുപ്പയിൽ ഓട്ടോറിക്ഷയ്ക്ക് നേരെ കാട്ടാന ആക്രമണം. ആന വരുന്നത് കണ്ട് തോട്ടിലേക്ക് ചാടിയയാൾക്ക് പരിക്കേറ്റു. നടവയൽ സ്വദേശി സഹദേവനാണ് പരിക്കേറ്റത്. ഇനി കാൽപന്തോളം. യൂറോ കപ്പിന്റെ പ്രീ ക്വാർട്ടർ ലൈനപ്പായി ഫ്രാൻസ് ബെൽജിയം മത്സരമാണ് കൂട്ടത്തിലെ ഗ്ലാമർ പോരാട്ടം. ജർമ്മനി ഡെൻമാർക്കിനെയും പോർച്ചുഗൽ സ്ലൊവേനിയയും നേരിടും. ഇംഗ്ലണ്ടിന്റെ എതിരാളികൾ സ്ലോവാക്കിയാണ്. നിലവിലെ ചാമ്പ്യന്മാരായ ഇറ്റലി സ്വിറ്റ്സർലൻഡിനെ നേരിടും. ക്രൊയേഷ്യ, പോളണ്ട് എന്നീ ടീമുകളാണ് പ്രീ ക്വാർട്ടർ കാണാതെ പുറത്തായത്. ശനിയാഴ്ച മുതലാണ് പ്രീ ക്വാർട്ടർ റൗണ്ടിന് തുടക്കമാവുക. ഇന്ന് സംഭവിച്ചത് പൂർത്തിയാകുന്നു. ഇനി പൊതുജനം കഴുതൽ സർ എന്ന പരിപാടി കാണാം. SK നമസ്കാരം.